മത്സരിച്ച് വിജയിച്ച സുധീർ കൗൺസിൽ മീറ്റിങ്ങിനകത്ത് നടന്നിരിക്കുന്നത് നമ്മുടെ കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള സൂതന് അവധി അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമവും നമ്മുടെ ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗ് യഥാർത്ഥത്തിൽ വെറും ഒരു പ്രഹസനം മാത്രമാണ് നടന്നിരിക്കുന്നത്. ഒരു തരത്തിലും സുഗതന് 6 മാസത്തേക്ക് കൗൺസിൽ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളത് ഇന്ന് മേയർ തന്നെ കൗൺസിലിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ആ കാപ്പ കേസിനകത്ത് പ്രതി ചേർത്തിട്ടുള്ള ഒരാൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. നമ്മുടെ സുഗതനെ സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് ഹൈക്കോടതിക്കകത്ത് കൊടുത്ത പെറ്റീഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നടത്തിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കാപ്പ കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്കും ഒരു ആനുകൂല്യവും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. ആ ഹൈക്കോടതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഈ മേയറോട് പറഞ്ഞത്. അവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയത്. പക്ഷെ ഇപ്പോൾ മേയർ ചെയ്തിരിക്കുന്നത് ഈ കൗൺസിലിനകത്ത് കൊണ്ടുവന്ന് ഒരിക്കലും ഒരു അവധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്ത് ഒരു കൗൺസിലർക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത അപകടങ്ങൾ തുടങ്ങിയിട്ടുള്ള ആശുപത്രി ആരോഗ്യം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്ക് പിടിപെട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്നത് പോലെ തന്നെ അവധിക്ക് അപേക്ഷ കൊടുക്കാനുള്ളത്. അതല്ലാതെ കാപ്പ കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള നമുക്കറിയാമല്ലോ, കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് ഈ കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ആ പറയുന്ന സൂതന് ഇവിടെ കൊണ്ടുവന്ന് അവധി അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ന്യായത്തെ വെല്ലുവിളിക്കൽ മാത്രമാണ് ഈ പറയുന്ന മേയർ ചെയ്തിരിക്കുന്നത്. കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്ത് കിടക്കുന്നത് ഹൈക്കോടതി ശരിവെച്ച ഒരു കേസിനകത്ത് ഒരു ഇടപെടൽ കൂടിയാണ് ഈ മേയർ നടത്തിയിരിക്കുന്നത്. ആ കാപ്പ കേസിനകത്തും ശരിയും തെറ്റിനകത്തും ഇടപെടുത്തുക ആണ് ഇപ്പോൾ ഈ കൗൺസിൽ മീറ്റിങ്ങിനകത്തും കൂടി ഈ മേയർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നത്. നിരവധി കേസുകളിൽ ഇത്തരം ഡീറ്റെയിൻ ചെയ്ത് കിടക്കുന്ന ആളുകളെ ഒരു കാരണവശാലും ഇത്തരം സഭകളിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിരവധിയായിട്ടുള്ള വിധിയുണ്ട്. ഈ പറയുന്ന അവധിക്ക് കൊടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നിയമപരമായിരിക്കണം എന്നുള്ളത് കോടതി നിരവധി പ്രാവശ്യം സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് മേയർ ജനാധിപത്യ വിരുദ്ധമായി ഒരു ഏകാധിപതിയെ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം പോലും ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിനു മുമ്പ് ഇവിടെ ഒരു കെട്ടിടം വെക്കാൻ വേണ്ടിയിട്ട് 300 കോടി രൂപ മുടക്കിയിട്ട് ഇവിടെ തലസ്ഥാനത്ത് കോർപ്പറേഷന്റെ കെട്ടിടം വെക്കുകയാണ് ഇപ്പോഴത്തെ ആവശ്യം. ഇവിടെ നീറുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് പുറത്തില്ലേ? കുടിവെള്ളം മുടങ്ങിക്കിടക്കുന്നു. ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നഗരത്തിനകത്ത് വലിയ തോതിലുള്ള സ്ട്രീറ്റ് ഡോഗ്സിന്റെ പ്രശ്നം ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. സൂവേജ് സിസ്റ്റം ഇവിടെ ഇല്ലാത്ത രൂപത്തിൽ മുതലെയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മരാമത്ത് പണി എന്ന് പറയുന്നത് റോഡുകളുടെ പണി പൂർണ്ണമായിട്ട് സ്തംഭനത്തിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു നഗരസഭയിൽ നിന്നുകൊണ്ട് ജിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള ഹെറിറ്റേജ് സോണായിട്ടുള്ള ഈ കെട്ടിടം ഇടിച്ചു മാറ്റി 300 കോടി രൂപ ഈ പറയുന്ന നമ്മുടെ ഫണ്ടിൽ നിന്നെടുത്ത് ചെലവാക്കാൻ വേണ്ടിയിട്ട് മേയർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ മാളിക പോലെ കൊട്ടാരം പോലുള്ള വലിയ മാളികയാണോ നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത്? ഇവിടുത്തെ ആവശ്യം എന്ന് പറയുന്നത് നഗരത്തിലെ സാധാരണ ആളുകളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പണം മാറ്റണം. 400 കോടി രൂപ മാറ്റിയിട്ട് ഇവിടുത്തെ നമ്മുടെ നഗരത്തിനകത്തുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്ത എന്താണ്? അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരം ആഡംബരം കാണിച്ചിട്ട് ഇവിടെ മാളിക എന്താണ് 7 സ്റ്റാർ അല്ല 14 സ്റ്റാർ ഉണ്ടെങ്കിൽ ആ 14 സ്റ്റാറാണ് ഇവിടെ കാണിച്ചത്. അങ്ങനെയുള്ള മാളിക പണിയാണ് ഇവിടെ വേണ്ടത്. ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് എന്തും കാണിക്കുന്ന രൂപത്തിലേക്ക് ആരോടും ചോദിക്കാതെ, അല്ലെങ്കിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് ഇത് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ആയിട്ട് എല്ലാ കൗൺസിലർമാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത്തരം നീറുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ കണ്ടല്ലോ ആ കെട്ടിടത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് അത് ഞാൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് ശക്തമായി പ്രതിഷേധിക്കുന്നു. SP ദീപക് LDFന്റെ പ്രതിനിധിയുടെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ ചട്ടവിരുദ്ധമായിട്ടാണ് അവധി അനുവദിച്ചുള്ള തീരുമാനം മേയർ എടുത്തിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും LDFും UDFും പ്രതികരിക്കുന്നത്. അമൽ തേരമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ,
അപ്പോൾ കൗൺസിൽ യോഗം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. അതിന് തൊട്ടു മുൻപാണ് സുഗതന് അവധി അംഗീകരിച്ചിരിക്കുന്നത്. അത് കൗൺസിലിന്റെ അംഗബലം. ഒരു സ്വതന്ത്ര കൗൺസിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച സുധീഷിന്റെ പിന്തുണയോടുകൂടി എന്നുകൂടി അറിയിക്കുകയാണിപ്പോൾ മേയർ. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ഇനി അടുത്ത നീക്കം പുറത്തേക്കുള്ള? എന്നുള്ളതാണ് ഇന്നിപ്പോൾ കൗൺസിലിൽ കണ്ടത്. BJP എന്താണോ തീരുമാനിച്ചത് അതവർ നടപ്പാക്കി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മേയറോട് സംസാരിക്കുമ്പോൾ മേയർ വലിയ കോൺഫിഡൻസിലായിരുന്നു. ആ കോൺഫിഡൻസിന് കാരണം സുധീഷിന്റെ പിന്തുണയായിരുന്നു. സുധീഷാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. സുധീഷ് പൗണ്ടുകടവിൽ നിന്നും കോൺഗ്രസ് വിമതനായി. കോൺഗ്രസ് സീറ്റ് നൽകിയില്ല സുധീഷിന്. അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച സുധീഷാണ് അവിടെ ലീഗിന് സീറ്റ് നൽകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ആ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് എതിരെ സുധീഷ് മത്സരിച്ചു. സുധീഷ് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നും സുധീഷിന് വിജയിക്കാനും കഴിഞ്ഞു. സുധീഷ് ഇപ്പോൾ കൗൺസിൽ യോഗത്തിൽ BJPക്ക് അല്ലെങ്കിൽ സുഗതന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെയാണ് BJPയുടെ 50+ സുധീഷിന്റെ 1, അങ്ങനെ 51 വോട്ടുകളോടെ ഈ പറയുന്ന സുഗതന്റെ അവധിയപേക്ഷ ഇപ്പോൾ കൗൺസിലിൽ പാസ്സായിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. വേഗത്തിൽ അജണ്ടകൾ പൂർത്തിയാക്കി എന്തായാലും കൗൺസിൽ യോഗം പിരികുകയും ചെയ്തിട്ടുണ്ട്. സുഗതന്റെ അപേക്ഷ അംഗീകരിക്കും എന്നുള്ള മേയറുടെ പ്രഖ്യാപനം, അല്ലെങ്കിൽ സുഗതന് അയോഗ്യതയില്ല എന്നൊരു പ്രശ്നം, അത് നേരത്തെ തന്നെ മേയർ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണോ BJPയുടെ അജണ്ട എന്തായിരുന്നോ അത് കൃത്യമായി തന്നെ നടപ്പാക്കാൻ മേയർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയമായി BJPക്ക് താൽക്കാലികമായെങ്കിലും ഒരു വിജയമാണ്. അല്ലെങ്കിൽ കൗൺസിലിനെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി